അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിൽ ജീവിച്ച ഒരു മനുഷ്യനാണ്, താബിഈങ്ങളിൽപ്പെട്ട മഹാനാണ്. നമുക്കറിയാം അലി റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അത്രക്ക് വളരെയധികം ആത്മാർത്ഥതയോട് കൂടെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനത്തെ സ്വീകരിച്ചു പോയ മഹാനായിരുന്നു അലി റളിയല്ലാഹു തആല അൻഹു. അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ ഓരോ കാര്യങ്ങൾ ഇവിടെ നിന്ന് എടുത്തു നോക്കുമ്പോൾ തന്നെ എൻ്റെ പ്രിയമുള്ളവരെ നമുക്ക് കാണാൻ കഴിയും എത്രത്തോളം അള്ളാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവിടുന്ന് സ്നേഹം കൊടുത്തിരുന്നു. അതേപോലെ തന്നെ തന്റെ ദീനിന്റെ കാര്യത്തിൽ എത്രത്തോളം ചിട്ടയുണ്ടായിരുന്നു എന്ന് അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതം എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. അലി റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തിയത് അന മദീനത്തുൽ ഇൽമി ഞാനൊരു ഇൽമിന്റെ പട്ടണമാണെങ്കിൽ ആ പട്ടണത്തിലേക്കുള്ള കവാടമാണ് അലി റളിയല്ലാഹു തആല അൻഹു എന്ന് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് എൻ്റെ പ്രിയമുള്ളവരെ അങ്ങനെ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത്? അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ ഇൽമാണ്. അത്രത്തോളം പാണ്ഡിത്യവും തഖ്വയുമുള്ള ആളായിരുന്നു മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു. ആ അലി റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറയുകയാണ്, മഹാനായ ഇബ്നു അബ്ദ് റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, മഹാനായ തങ്ങളെ, യാ ഇബ്നു അബ്ദ് ഹൽ തദ്രി മാ ഹഖ്ഖുഹു തുആം. നമ്മൾ ഭക്ഷണത്തോട് പാലിക്കേണ്ട ഒരു മര്യാദയുണ്ട്. ആ മര്യാദയാ, ആ ഹക്ക് എന്താണ്? അതിനോടുള്ളൊരു ഹക്കുണ്ട്, ഒരു കടമയുണ്ട്. ആ കടമയെ നിങ്ങൾക്ക് എന്താണെന്ന് അറിയുമോ എന്ന് മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു ചോദിക്കുകയാണ്. ഇങ്ങനെ ചോദിച്ചപ്പോ തന്നെ മഹാനായ തങ്ങൾക്ക് അവിടുന്ന് പടച്ചോനെ ഒരു ഭക്ഷണത്തോട് എങ്ങനെയാണ് ഹക്ക്? നമ്മളൊക്കെ ഭക്ഷണം കഴിക്കുന്ന ആളുകളാണ്. ഭക്ഷണത്തോട് എങ്ങനെയാണ് ഹക്ക് എന്നത് നമുക്ക് സംശയം വന്നതുപോലെ തന്നെ മഹാനായ അബ്ദ് റളിയല്ലാഹു തആല അൻഹുവിനും വല്ലാത്ത സംശയമായി. ആ സമയത്ത് അവിടുന്ന് ചോദിക്കാണ്, മാ ഹഖ്ഖുഹു ഇബ്നു അബീ ത്വാലിബ്. മഹാനായ അബൂ ത്വാലിബ് എന്നവരുടെ മകനെ, അബീ ത്വാലിബ് എന്നവരുടെ മകനെ, നിങ്ങൾക്ക് എന്താണ്? അതായത് അലി റളിയല്ലാഹു തആല അൻഹുവിനെ വിളിച്ചുകൊണ്ട് പറയാണ്, അലിയാര് തങ്ങളെ, എന്താണ് ആ ഹക്ക് എന്നൊന്ന് പറഞ്ഞു തരുമോ? എനിക്കത് അറിയില്ല, എനിക്കതെന്താണെന്ന് അറിയില്ല, നിങ്ങളൊന്ന് പറഞ്ഞു തരുമോ? അലി റളിയല്ലാഹു തആല അൻഹു അത് പറഞ്ഞു കൊടുക്കുകയാണ്. എന്താണ് ഭക്ഷണത്തോട് കാണിക്കുന്ന ഹക്ക്? മഹാനായ അലിയാർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഖാല തഖൂലു ബിസ്മില്ലാഹി അല്ലാഹുമ്മ ബാരിക് ലനാ ഫീമാ റസഖ്തനാ. നിങ്ങൾ അവിടുന്ന് പറയലാണ് ബിസ്മില്ലാഹ്. ഭക്ഷണം മുമ്പിലേക്ക് അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ അതിനോടുള്ള ഹക്ക് എന്താ? ആ ഭക്ഷണം മുമ്പിലേക്ക് എത്തിയാൽ ബിസ്മില്ലാഹ് എന്ന് പറയാം, അല്ലെങ്കിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തീർന്നില്ല, വീണ്ടും അവിടുന്ന് പറയണം അല്ലാഹുമ്മ ബാരിക് ലനാ ഫീമാ റസഖ്തനാ. ഇതും കൂടെ നമ്മൾ അവിടുന്ന് പറയണമെന്ന് മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. മനസ്സിലാക്കണം, ഭക്ഷണം മുമ്പിലെത്തിയാൽ നമ്മൾ ബിസ്മി ചൊല്ലി ഭക്ഷിക്കും അല്ലെ? അതിന്റെ കൂടെ ഒന്ന് പറഞ്ഞേ, അല്ലാഹുമ്മ ബാരിക് ലനാ. അല്ലാഹുവേ പടച്ചോനെ, ഞങ്ങൾക്ക് ബർക്കത്ത് നൽകണേ അല്ലാഹ്, ഫീമാ റസഖ്തനാ. ഈ ഞങ്ങളുടെ മുമ്പിലിരിക്കുന്ന ഈ ഭക്ഷണത്തിലെ റിസ്ഖില്, ഞങ്ങളെ റിസ്ഖില് അല്ലാഹുവിനോട് ബർക്കത്തിനെ ചോദിക്കുകയാണ്. നോക്കൂ, നിങ്ങൾ ഭക്ഷണത്തിൽ ബർക്കത്തില്ലെങ്കിൽ നമുക്ക് എന്ത് ലഭിക്കും? ആയുസ്സിൽ ബർക്കത്തില്ലെങ്കിൽ നമ്മുടെ ആയുസ് നഷ്ടപ്പെടും. നമ്മുടെ സമയത്തിൽ ബർക്കത്തില്ലെങ്കിൽ സമയം നമുക്ക് വേണ്ടതുപോലെ ലഭിക്കില്ല. നമ്മൾ പറയില്ലേ, ദിവസങ്ങൾക്ക് ഉസ്താദ് അങ്ങനെ കടന്നു പോവുകയാണ്, പക്ഷേ നമുക്ക് ഒരു റാഹത്ത് ലഭിക്കുന്നില്ല എന്ന് പറയും. അതെന്തുകൊണ്ടെന്നറിയാം? നമ്മുടെ സമ്പത്തായാലും, നമ്മുടെ നമ്മുടെ സമയത്തിലായാലും, നമ്മുടെ ഏത് കാര്യത്തിലായാലും അതൊന്നും റാഹത്തിലായിരിക്കും സമയം ലഭിക്കുന്നില്ല, ആരും വേണ്ട പോലെ ആകുന്നില്ല. ശമ്പളമൊക്കെ ഒരുപാടുണ്ട്, പക്ഷെ എനിക്കങ്ങ് തികയുന്നില്ല എന്ന് പറയും അല്ലേ? എന്തുകൊണ്ടാണ്? വേണ്ട രൂപത്തിൽ അതിൽ ബർക്കത്ത് ആയിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. ബർക്കത്തില്ല എന്നാണ് അർത്ഥം. നമ്മൾ നമ്മുടെ ഓരോ റിസ്ക്കിലും നമ്മുടെ കാര്യത്തിലും ബർക്കത്തുണ്ടാക്കാൻ ശ്രമിക്കണം. ആ ബർക്കത്ത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ
പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വെറുതെ അങ്ങനെ കാലം കഴിഞ്ഞു പോകലാണ്. ആ ബർക്കത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റജബിലും ശഅബാനും അല്ലാഹു തആല നമുക്ക് നൽകിയിട്ടുള്ളത്. നമ്മൾ ചോദിക്കുകയാണ്, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ. ശഅബാനിലും അതേപോലെ തന്നെ റജബിലും ഞങ്ങൾക്ക് ബർക്കത്ത് നൽകണേ അല്ലാഹുവിനോട് നമ്മൾ ഇങ്ങനെ ചോദിക്കും. ഇതെന്തിനാ നമ്മൾ ചോദിക്കുന്നത്? ആ പുണ്യമായ ബർക്കത്ത് നമ്മുടെ ഓരോ കാര്യത്തിലില്ലെങ്കിൽ നമ്മുടെ മക്കളൊക്കെ നമ്മൾ അനുസരണയില്ലാതെ നമ്മൾ പറഞ്ഞത് കേൾക്കാതെ നടക്കുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാണെന്നറിയാം? ബർക്കത്തില്ലാത്തതുകൊണ്ടാണ്. നമ്മുടെ മക്കളിലൊക്കെ ബർക്കത്തുണ്ടെങ്കിൽ ഒരിക്കലും നമ്മുടെ മക്കൾ അനുസരണക്കേട് കാണിക്കില്ല. മനസ്സിലായി നിങ്ങൾക്ക്? അപ്പൊ അതാ പറഞ്ഞത്, നമുക്ക് ബർക്കത്തിനെ ചോദിക്കാം, റിസ്കില് ബർക്കത്തിനെ ചോദിക്കണം. അപ്പൊ നമ്മൾ പറയും, എനിക്ക് ഗവൺമെന്റ് ജോലിയുണ്ട്, ഒരുപാട് ശമ്പളം കിട്ടുന്നുണ്ട്. എത്രയോ ആളുകൾ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് ആളുകൾ പറയുന്നു ഉസ്താദേ ഗവൺമെന്റ് ജോലിയാണ്, പക്ഷേ കിട്ടുന്ന പൈസ എന്താണ് ചെയ്യുന്നത്, എന്താണ് ആവുന്നത് എന്ന് പോലും പറയാൻ കഴിയണില്ല. ലക്ഷങ്ങൾ ശമ്പളം ഉണ്ട്, പക്ഷെ എന്താവുന്നതെന്ന് അറിയുന്നില്ല. സങ്കടത്തോടു കൂടി ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട്. എന്തേ കാരണം? അതിന് ബർക്കത്തില്ല എന്നാണ്. അപ്പൊ ബർക്കത്ത് വേണം. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീമാ റസഖ്തനാ. നമ്മൾ പറയണം, റബ്ബേ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. വീണ്ടും അലി റളിയല്ലാഹു തആല അൻഹു ഇബ്നു അബ്ദ് റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിക്കാണ്, വതദ്രീ മാ ശുക്റുഹു ഇദാ ഫറഗ്താ. നിന്റെ ജീവിതത്തിൽ നീ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ആ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് വിരമിച്ചാലുള്ള സമയമുണ്ടല്ലോ, ആ സമയത്ത് നീ അല്ലാഹുവിനോട് ആ ഭക്ഷണത്തോട് നീ ശുക്ർ ചെയ്തിട്ടുണ്ടോ? നീ ശുക്ർ ചെയ്യുന്നുണ്ടോ? എങ്ങനെയാണ്? മഹാനായ തങ്ങളോട് ചോദിക്കുന്നുണ്ട്. ഖാല ഖുൽതു വമാ ശുക്റുഹു. എങ്ങനെയാണ് തങ്ങളെ ആ ശുക്ർ എങ്ങനെയാണ്? ശുക്ർ ചെയ്യേണ്ട വിധം എങ്ങനെയാണ്? മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു പറയാണ്, തഖൂലു അൽഹംദുലില്ലാഹ്. അവിടുന്ന് അൽഹംദുലില്ലാഹ് പറയലാണ്. അല്ലദീ അത്അമനാ വസഖാനാ. അൽഹംദുലില്ലാഹില്ലദീ അത്അമനി എന്ന് തുടങ്ങുന്ന ദിക്റുണ്ട്. അത് കഴിയില്ലെങ്കിൽ അൽഹംദുലില്ലാഹില്ലദീ അത്അമനാ വസഖാനാ. ഇങ്ങനെയെങ്കിലും നമ്മൾ പറയണമല്ലോ. അല്ലാഹുവേ പടച്ചവനെ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. ഇത് നമ്മൾ റിസ്ക്, നമ്മുടെ ഭക്ഷണത്തോട് നമ്മൾ ചെയ്യുന്ന ഒരു ആദരവാണ്, ബഹുമാനമാണ്. മനസ്സിലായി? നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഭക്ഷണത്തോട് നമ്മൾ ചെയ്യുന്ന ഒരു ആദരവാണ്, അതിനോട് നമ്മൾ ചെയ്യുന്ന ശുക്റാണ്, നന്ദിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ നമ്മൾ അല്ലാഹുവിന്റെ മുമ്പിൽ ആത്മാർത്ഥമായി നമ്മൾ ഇങ്ങനെ ശുക്ർ ചെയ്ത് ഭക്ഷണത്തിലേക്കുള്ള ഒരു മര്യാദയിൽ നമ്മൾ ജീവിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അല്ലാഹു തആല അവന്റെ കവാടം, റഹ്മത്തിന്റെ കവാടം അല്ലാഹു തുറന്നു തരും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകട്ടെ. അതുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റഹ്മത്തിന്റെ കവാടങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്നു തരട്ടെ. ആമീൻ പറയും ഇൻഷാ അല്ലാഹ്. ആ കവാടം നമുക്ക്, റഹ്മത്തിന്റെ കവാടം നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മുടെ ഇരുലോകം അല്ലാഹു തആല നഷ്ടപ്പെടുത്തും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അത് രക്ഷിക്കട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഇന്ന് പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞ ഒരു കാര്യം അതാണ്, നമ്മൾ എങ്ങനെയാണ് ഭക്ഷണത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ബർക്കത്ത് ഉണ്ടാക്കിയെടുക്കുന്നത്, അല്ലാഹുവിനോടുള്ള ശുക്ർ, ആ ഭക്ഷണത്തോടുള്ള നന്ദി എങ്ങനെയാണ് എന്നാണ് നമ്മൾ പറഞ്ഞത്. അത് മനസ്സിലാക്കി അല്ലാഹുവിൻ്റെ മുമ്പിൽ റബ്ബിൻ്റെ പൊരുത്തത്തിലായി കഴിയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. പിന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ റിസ്കിൻ്റെ കാര്യത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നമുക്ക് ബർക്കത്ത് ഉണ്ടാകാനും അതിലെ എല്ലാ പ്രയാസങ്ങളും നമുക്ക് നീങ്ങാനും അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മോട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുഖുക വൽ ആഖിബതു ലിത്തഖ്വാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മോട് ഓർമ്മപ്പെടുത്തുകയാണ്. വഅ്മുർ അഹ്ലക ബിസ്സലാ, നിങ്ങളെ ഞാൻ
ഞാൻ നിസ്കാരം കൊണ്ട് നിങ്ങളെ കൽപ്പിക്കുകയാണ്. നിസ്കാരം കൊണ്ട് നിങ്ങൾ കൽപ്പിക്കണം. എങ്ങനെ കൽപ്പിക്കണം? കണ്ടോ, നിസ്കാരം നിങ്ങൾ നിലനിർത്തണം ജീവിതത്തിൽ. നോക്കുന്നു, ഇന്ന് സുബഹി കഴിഞ്ഞു, ദുഹർ കഴിഞ്ഞു, ഇനി അസ്വർ, മഗ്രിബ്, ഇശാ ഒക്കെ നമുക്കുണ്ട്. ഏതെങ്കിലും ഒരു വക്ത് നമ്മൾ ഖളാ ആക്കാൻ പാടില്ല. ഒരു വക്ത് നമുക്ക് ഖളാ ആകാൻ പാടില്ല. വഅ്മുർ അഹ്ലക ബിസ്സലാ, നിങ്ങൾ നിങ്ങളുടെ അഹ്ലുകാരുമായിട്ട് നിസ്കാരത്തെ നിങ്ങൾ കൽപ്പിക്കണേ. വസ്തബിർ അലൈഹ, ക്ഷമയുള്ളവരായ നിലയിൽ നിങ്ങൾ ആ പുണ്യമായ കർമ്മത്തെ നിങ്ങൾ നിർവഹിക്കണേ. ചിലപ്പോൾ നമുക്ക് പല പ്രയാസങ്ങളുണ്ടാകും. നമുക്ക് ഇരിക്കാൻ കഴിയില്ല, നിൽക്കാൻ കഴിയില്ല, മറ്റു പ്രതിസന്ധികളും പ്രയാസങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുണ്ടാകും. ഏത് പ്രയാസം വന്നാലും എല്ലാ പ്രയാസങ്ങളെയും അവിടുന്ന് ക്ഷമിച്ചുകൊണ്ട് ആ പുണ്യമായ അമൽ, നിസ്കാരം എന്ന് പറയുന്ന അമലിനെ പൂർണ്ണമായിട്ട് നിങ്ങൾ നിർവഹിക്കണേ. അങ്ങനെ നിങ്ങൾ നിർവഹിച്ച് ലാ നസ്അലുക റിസ്ഖ, നിങ്ങൾ എനിക്കൊന്നും തന്നെ തരണ്ട, പക്ഷേ നഹ്നു നർസുഖുക, നിങ്ങൾക്കുള്ള ഭക്ഷണം ഞാൻ തരുന്നതാണ്. ഇവിടെ നിസ്കാരം കൊണ്ട് നമ്മൾ കൽപ്പിക്കാതെ എന്ന് പറഞ്ഞത് ശരിക്കും നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ നിസ്കരിക്കും, സുബൈക്ക് തഹജ്ജുദിന് നമ്മൾ എണീക്കും, സുബൈന്റെ മുമ്പ് എണീറ്റ് നമ്മൾ തഹജ്ജുദ് നമുക്ക് നമസ്കരിച്ച് ഖുർആൻ ഓതും, അള്ളാഹുവിന്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യും, എല്ലാ കാര്യങ്ങളും നന്മകളൊക്കെ നമ്മൾ ചെയ്യും. എന്നാലും എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ വീട്ടിനകത്ത് കിടന്നുറങ്ങുന്ന നമ്മുടെ പ്രിയപ്പെട്ട മക്കളുണ്ടാകും. അവരുടെ കാര്യത്തിൽ നമ്മൾ യാതൊരു ശ്രദ്ധയും നമ്മൾ ചിലപ്പോൾ കൊടുക്കാറില്ല. ഒരു ശ്രദ്ധയും നമ്മൾ കൊടുക്കൂല. നമ്മൾ നിസ്കരിക്കും, നമ്മൾ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യും. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തി നോക്കൂ, വഅ്മുർ അഹ്ലക ബിസ്സലാ, നിങ്ങളെ മക്കളെ കൊണ്ട്, നിങ്ങളുടെ വീട്ടിലെ നിങ്ങളുടെ അഹ്ലുകാരെ കൊണ്ട് നിങ്ങൾ നിസ്കാരം കൊണ്ട് കൽപ്പിക്കുന്നതാണ്. നമ്മുടെ മക്കൾ ശരിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ, നമ്മുടെ സമ്പത്ത് ശരിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ, അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ തന്നെ പറയാണ്. വീണ്ടും അവിടുന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് മറ്റൊരു സൂറത്തിൽ കാണാം, ലാ യൻഫഉ മാലു വലാ ബനൂൻ, നമ്മുടെ മക്കളെ നമ്മൾ വേണ്ട രൂപത്തിലാക്കിയിട്ടില്ലെങ്കിൽ നാളെ ഉപകരിക്കില്ല. നമ്മുടെ സമ്പത്തും നമ്മൾ വേണ്ട രൂപത്തിലാക്കിയിട്ടില്ലെങ്കിൽ നമ്മൾ ഉപകരിക്കില്ല. ആ വേണ്ട രൂപത്തിലാക്കൽ എങ്ങനെയെന്നറിയോ നമ്മുടെ മക്കളെ? അത് അള്ളാഹുവിന്റെ തൃപ്തിയോട് കൂടെ ജീവിക്കുന്ന മക്കളാക്കലാണ്. ഇബാദത്ത് കൊണ്ട്, നല്ല മനസ്സുകൊണ്ട്, പ്രവർത്തനങ്ങൾ കൊണ്ട്. നിസ്കാരം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ കൃത്യമായാൽ തന്നെ ആ മനുഷ്യന്റെ എല്ലാ കാര്യങ്ങളും റഹ്മത്തുണ്ടാകും, അവന്റെ എല്ലാ കാര്യങ്ങളും സലാമത്തുണ്ടാകും. നിസ്കാരത്തിന്റെ കാര്യത്തിൽ അവന് കോക്കി ആയി കഴിഞ്ഞാൽ അവന്റെ മൈൻഡ് അവനിക്ക് തന്നെ കൂളാക്കാൻ കഴിയും. പല ആൾക്കാർ പ്രശ്നങ്ങൾ എന്താ അല്ലേ? നമ്മുടെ മൈൻഡ് ശരിയല്ല, നമുക്ക് മാനസിക പ്രയാസങ്ങളാണ്, ശാരീരിക ബുദ്ധിമുട്ടുകളാണ്. ഈ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ മൈൻഡിന്റെ പ്രശ്നങ്ങൾ കുറെ ഉണ്ടാവുമല്ലോ അല്ലെ? നിസ്കാരം എന്ന് പറയുന്ന ആ പുണ്യമായ ഇബാദത്തിലേക്ക് ടെൻഷൻ വരുമ്പോൾ നിസ്കരിച്ചാൽ, 2 റക്അത്ത് നിസ്കരിച്ചാൽ, അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മളൊന്ന് കരഞ്ഞാൽ നമ്മൾ ആ ടെൻഷൻ അല്ലാഹു തആല മാറ്റി തരും. എത്ര വലിയ പ്രയാസം അല്ലേ? അപ്പോ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മുടെ മക്കൾ ശരിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പരലോകം പരാജയപ്പെടും. നമ്മൾ സ്വർഗത്തിലേക്ക് പോകാണ്, നമ്മൾ എല്ലാ നന്മകളെ കൊണ്ട് നമ്മൾ സ്വർഗത്തിലേക്ക് പോകാണ്. എന്റെ പ്രിയമുള്ളവരെ, ആ സ്വർഗത്തിലേക്ക് കടന്നു പോകുമ്പോൾ ആ സ്വർഗത്തിന്റെ കവാടത്തിനരികിൽ എന്റെ പ്രിയമുള്ളവരെ നമ്മ കാത്തു നിൽക്കുകയാണ് നമ്മുടെ മക്കള്. എന്തിനെന്നറിയോ? ഇങ്ങോട്ട് വിളിക്കോലെ, ഇങ്ങോട്ട് വിളിക്ക്. എന്തിനാ വിളിക്കുന്നത്? ഞാൻ ഈ ദുനിയാവിൽ വെച്ച് മോശത്തരങ്ങൾ ചെയ്തുകൊണ്ട് നടന്നപ്പോൾ എന്റെ വാപ്പ എന്നെ എതിർത്തിട്ടില്ല, എന്റെ ഉമ്മ എന്നെ എതിർത്തിട്ടില്ല. അവർ നിസ്കരിക്കും, നോമ്പെടുക്കും, എല്ലാ സൽക്കർമ്മങ്ങളും ചെയ്യുമായിരുന്നു. പക്ഷേ ഞാൻ തെറ്റിലേക്ക് പോകാനുള്ള കാരണം എന്റെ വാപ്പയും ഉമ്മയുമാണെന്ന് പറഞ്ഞിട്ട് അവർ നമ്മെ തടഞ്ഞു നിർത്തുന്നതാണ്. ആ തടയൽ നമ്മൾ പെട്ടാൽ നമ്മൾ നിസ്കരിച്ചതും നോമ്പെടുത്തൊക്കെ പഠിച്ചവനെ ബാത്തിലാവാണ്. നമ്മുടെ മക്കള് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കയ്യിലേക്ക് തന്നത് അമാനത്തായ ഒരു സ്വത്തായിട്ടാണ്. എന്താ അമാനത്തായ സ്വത്ത് എന്ന് പറഞ്ഞാൽ? നമ്മൾ സമയമാകുമ്പോ എല്ലാം പൂർണ്ണമാക്കിയിട്ട് അള്ളാഹുവിന്റെ മുമ്പിലേക്ക് തന്നെ തിരിച്ചു കൊടുക്കേണ്ട ഒരു മുതലിനാണ്. ഇങ്ങോട്ട് തന്നു, അത് അങ്ങോട്ട് കൊടുക്കണം. മനസ്സിലായോ? ഇങ്ങോട്ട് അല്ലാഹു തആല നമ്മുടെ മക്കളെ നമ്മിലേക്ക് തന്നപ്പോ അവിടെ ഹൃദയത്തിനകത്ത് തെറ്റുകളില്ല, മോശത്തരങ്ങളില്ല. അവർ കള്ളനല്ല, കൊള്ളക്കാർ ഒന്നുമല്ല, ഹാഫിദല്ല, ആലിമല്ല, ആബിദല്ല, ദാക്കിറല്ല, ഒന്നുമല്ല. പിന്നീട് നമ്മുടെ സാഹചര്യങ്ങൾ, നമ്മൾ അവർക്ക് കൊടുത്ത സാഹചര്യങ്ങളാണ് എന്റെ പ്രിയമുള്ളവരെ പല വൈക്കലിലൂടെയും അവരെത്തിക്കുന്നത്. നമ്മൾ പറയുന്നതറിയോ? എന്റെ കുട്ടനെ ഞാനൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ഈ കാലഘട്ടത്തിലൊക്കെ നമ്മൾ ജീവിച്ചത് പോലെയല്ല നമ്മുടെ കുട്ടികൾ ജീവിക്കുക.
ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളറിയാത്ത വഴികളിലൂടെ, സ്വന്തം മാതാപിതാക്കൾ അറിയാത്ത വഴികളിലൂടെ ഇന്ന് ആൺകുട്ടികളും പെൺകുട്ടികളും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പറയും ഓനെ പഠിക്കാൻ ഞാൻ ബാംഗ്ലൂരിൽ കുട്ടിക്കാണ്, ഓനവിടെ സേഫാണ്, ഓൻ ഹോസ്റ്റലിനുള്ളിലല്ലേ, അവിടെ ഓന ഓക്കെയാണ്. എൻ്റെ മകനെ എറണാകുളത്ത് പഠിപ്പിക്കാൻ വിട്ടിക്കാണ്, ഓന ഓക്കെയാണ്, ഓനൊക്കെ പിന്നെ ഹോസ്റ്റലിലല്ലേ. പക്ഷെ ആ മകന് പുറത്തായിരിക്കും, ആ മകള് ഹോസ്റ്റലിന്റെ പുറത്തായിരിക്കും. മനസ്സിലായോ? അവർക്ക് അവിടെ നിന്ന് പോകും. ഇങ്ങനെ വിശ്വാസം. മക്കള് വിളിക്കുന്ന സമയത്ത് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ റൂമിലാണ്. മകൻ അങ്ങാടി കവലകളിലൂടെ പാതിരാ സമയത്തിന്റെ നിശബ്ദതയിൽ തെണ്ടി നടക്കായിരിക്കും. മനസ്സിലായി? ഇങ്ങനത്തെ സാഹചര്യങ്ങളാണ് എൻ്റെ പ്രിയമുള്ളവരെ നമ്മൾ അറിയുന്നത്. നമ്മുടെ മക്കളൊക്കെ നമ്മുടെ കൺമുമ്പിൽ നമ്മളെ വെട്ടിച്ചുകൊണ്ട് ഇങ്ങനെ ജീവിതം അവർ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. അതൊന്നും നമ്മുടെ പ്രിയപ്പെട്ട എൻ്റെ പ്രിയമുള്ളവരെ മാതാപിതാക്കൾ എന്ന് കാണുന്നില്ല. അല്ലാഹുവേ, പടച്ചവനെ, നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റബ്ബേ. ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളിൽ പെടുത്തി തരണേ അല്ലാ. അതാ പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് രണ്ട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങളിൽ നമ്മൾ അല്ലാഹുവിന്റെ ശുക്ർ കാണിക്കാതെ അശ്രദ്ധവാന്മാരായി നടക്കുന്ന ആളുകളാണ്. റസൂലുള്ളാഹി പറഞ്ഞതിന് അമതാനി മഗ്ബൂനു ഫീഹിമാ കസീറും മിനന്നാസ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് രണ്ട് അനുഗ്രഹങ്ങൾ കൊടുത്തു. ആ അനുഗ്രഹത്തിന്റെ കാര്യത്തിൽ മനുഷ്യർ വല്ലാത്ത അശ്രദ്ധ കാണിച്ചുകൊണ്ട് ജീവിക്കുകയാണ്. മനുഷ്യൻ അശ്രദ്ധ കാണിക്കുന്ന രണ്ട് അനുഗ്രഹങ്ങൾ റസൂലുള്ളാഹി പറയാണ്. രണ്ട് അനുഗ്രഹം പറഞ്ഞു. അസ്സിഹത്തു വൽ ഫറാഗ്. ഒന്ന് അവന്റെ ആരോഗ്യമാണ്, രണ്ട് ഒഴിവ് സമയമാണ്. ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ് ഈ രണ്ട് അനുഗ്രഹങ്ങൾ നമുക്കുണ്ട്. ആരോഗ്യമില്ലേ നമുക്ക്? നമ്മുടെ ചരിത്രം അല്ലാഹു ആരോഗ്യം തന്നില്ലേ? ഒഴിവ് സമയം, എത്രയോ ഒഴിവ് സമയം നമുക്കുണ്ട്. ആ ഒഴിവ് സമയത്തിൽ നമ്മൾ മൊബൈൽ ഫോണിലും ടിവിയിലും അല്ലെങ്കിൽ മറ്റുള്ളവരോട് സംസാരിക്കാനും നമ്മൾ മാറ്റിവെക്കും. അവിടെ അല്ലാഹുവിനെ കണ്ടെത്താനോ ദിക്ർ ചൊല്ലാനോ സ്വലാത്തുകൾക്കോ അല്ലെങ്കിൽ അതിനോ ഞാനും നിങ്ങളും സമയം കണ്ടെത്തുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ജീവിതം. അല്ലാഹു നമുക്കൊക്കെ ബോധം നൽകട്ടെ. ദുനിയാവിൽ മനുഷ്യരിങ്ങനെ ആയി മാറി. മനുഷ്യന്റെ മൈൻഡ് അങ്ങനെയാണ്. നമ്മൾ കാണിക്കുന്നതൊക്കെ നമുക്ക് ശരിയായിരിക്കും എന്നുള്ളൊരു ചിന്ത മനുഷ്യന് ഓട്ടോമാറ്റിക്കായി വന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? എന്നാൽ ഇതെല്ലാം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആയുസ്സും നമ്മുടെ സമയവും നമ്മുടെ ആരോഗ്യവും ഒക്കെ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി നമ്മൾ മാറ്റിവെച്ചാൽ, അതിനെ നമ്മൾ മനസ്സിലാക്കിയാൽ, എൻ്റെ പ്രിയമുള്ളവരെ, ദുനിയാവിൽ നമുക്ക് നല്ലവരായിട്ട് ജീവിക്കാൻ കഴിയുന്നതാണ്. തഖ്വയുള്ളവരായിട്ട് മാറാൻ നമുക്ക് കഴിയുന്നതാണ്. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ അങ്ങനെ ജീവിച്ച് നമ്മുടെ ജീവിതം നമ്മൾ അല്ലാഹുവിന് വേണ്ടി നമ്മൾ മാറ്റിവെക്കണം. റബ്ബിന്റെ മുമ്പിൽ ആത്മാർത്ഥമായിട്ട് നമ്മൾ ഇബാദത്തിന് അർഹരാണല്ലോ. ആ ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് അല്ലാഹുവിനെ തൃപ്തിപ്പെടുത്തി ദുനിയാവിൽ നമ്മൾ ജീവിക്കണം. അങ്ങനെ ജീവിച്ചാലേ നമുക്കിവിടെ കലിമ ചൊല്ലി മരിക്കാൻ കഴിയുള്ളൂ, ഈമാനോടുകൂടെ മരിക്കാൻ കഴിയുള്ളൂ. എൻ്റെ പ്രിയമുള്ളവരെ, കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ബഹുമാനപ്പെട്ട ശൈഖുന ആലിക്കുട്ടി ഉസ്താദിന്റെ ജനാസ നമ്മളൊക്കെ കണ്ടവരാണ്. എൻ്റെ പ്രിയമുള്ളവരെ, പുഞ്ചിരിച്ചിട്ട് കിടക്കുന്നത് നമ്മൾ കണ്ടില്ലേ? ദുനിയാവിലൂടെ ജീവിക്കുന്ന കാലഘട്ടത്തിലും പുഞ്ചിരിയായിരുന്നു. മരിച്ചു കിടക്കുന്ന സമയത്തും ആ മുഖത്തുനിന്ന് ആ പുഞ്ചിരി പോയിട്ടുണ്ടോ? ആ മുഖത്തിങ്ങനെ വല്ലാത്ത സുന്ദരമായി വെളുത്ത് തൊടുത്ത് മുഖമിങ്ങനെ ചിരിച്ചുകൊണ്ടല്ലേ കിടക്കുന്നത്. എങ്ങനെ അങ്ങനെ കിടക്കാൻ കഴിയുന്നത്? നമ്മുടെ സമസ്തയുടെ ഹാലിമീങ്ങളുടെ മരണമൊക്കെ ഒന്ന് എടുത്തു നോക്ക്, അവിടെ ജീവിതം ഒന്ന് എടുത്തു നോക്ക്. അവിടെയൊക്കെ ജീവിതത്തിൽ എത്ര സൂക്ഷ്മതയോടെ ജീവിച്ചവരാണ്. ഒരു കറാത്തിനെ പോലും പേടിച്ചുകൊണ്ടല്ലേ അവർ ജീവിച്ചിരുന്നത്. നമുക്ക് ഹറാം പ്രശ്നമല്ല. കുറ്റം പറയുന്നത്, ഈബത്ത് പറയുന്നത്, നമീമത്ത് പറയുന്നത്, അതൊന്നും നമുക്കൊരു പ്രശ്നമല്ലാതെ ദുനിയാവിൽ നമ്മൾ ജീവിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മുടെ ആക്കിബത്ത് എന്താകുമെന്ന് നമ്മൾ തന്നെ ഭയന്നു പോകുന്നത്. അവർക്ക് ദുനിയാവിൽ തഖ്വയോടുകൂടെ ജീവിച്ചു, ദീനിന് വേണ്ടി പണിയെടുത്തുകൊണ്ട് ജീവിച്ചു. ബഹുമാനപ്പെട്ട ശൈഖുന ആലിക്കുട്ടി ഉസ്താദ് ചെറുപ്പം മുതൽക്ക് തന്നെ അള്ളാഹിന്റെ ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യാൻ സമയം കണ്ടെത്തിയ മഹാനായിരുന്നല്ലോ. തന്റെ 16ാമത്തെ വയസ്സിലാണ് തന്റെ സ്വന്തം തിരൂർക്കാടുള്ള സ്വന്തം മഹല്ലില് ബഹുമാനപ്പെട്ടവർ അവിടുന്ന് ഖത്തീബായിട്ട് സേവനമനുഷ്ഠിക്കുന്നത്. 16ാമത്തെ വയസ്സ് എന്ന് പറഞ്ഞാൽ ഇത്ര പ്രായമാവാന്നുണ്ട്. നമ്മളെ കുട്ടികളൊക്കെ ഇന്ന് ട്രൗസർ ഇട്ട് കളിച്ച് നടക്കുകയാണ്, അല്ലെ? പ്ലസ് 1ലും പ്ലസ് 2ലൊക്കെ പഠിക്കുന്ന പ്രായമാണ്. ആ പ്രായത്തെ സ്വന്തം മഹല്ലില് ഖത്തീബായിട്ട് ആ നാട്ടുകാരവിടുന്ന് നിയമിച്ചിട്ടുണ്ട്. മാത്രല്ല 20ാമത്തെ വയസ്സിൽ ആ മഹല്ലത്തിന്റെ ഖാദി സ്ഥാനവും അവിടുന്ന് കൊടുത്തിട്ടുണ്ട്.
സ്വന്തം മഹല്ലിൽ ഖത്തീബാവാനും ഒരു ഖാദിയാവാനൊക്കെ അവിടുന്ന് കഴിയാണെന്നുണ്ടെങ്കിൽ ഒന്നാലോചിച്ചൊക്കെ നിങ്ങൾ എത്രത്തോളം ബഹുമാനപ്പെട്ട അവർ ആ മഹല്ലുകാരവിടുന്ന് അംഗീകരിക്കുന്നുണ്ട് അല്ലേ? എത്രത്തോളം അംഗീകരിക്കുന്നുണ്ട് നമുക്ക് അതിന് മനസ്സിലാക്കാൻ സാധിക്കും. ആ ചെറുപ്പം മുതൽക്ക് തന്നെ, ആ ചെറിയ കാലഘട്ടത്തിൽ തന്നെ അവിടെ സൂക്ഷ്മതയും അവിടുത്തെ ആ ഒരു വിനയവും ഒക്കെ അവിടുന്ന് മനസ്സിലാക്കി ജനങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഉസ്താദിനെ ആ ഒരു സ്ഥാനം അവിടുന്ന് ഏൽപ്പിച്ചു കൊടുക്കുന്നത്. നമ്മുടെ നാട്ടുകാരെന്താ പറയാ, നമ്മൾ ഓനപ്പം അങ്ങനെ പറ്റുമോ, ഓനപ്പം ഇതിനൊക്കെ പറ്റുമോ അല്ലെ? സ്വാഭാവിക ഒരു ചിന്തണ്ടാകും. ഉസ്താദിന്റെ കാര്യത്തിൽ ഒരു ഖത്തീബാക്കുവാൻ, ഒരു ഇമാമായി നിൽക്കുവാൻ, ഒരു ഖാദിയായി നിൽക്കുവാൻ അവിടെ നിന്നെന്റെ പ്രിയമുള്ളവരെ ആർക്കും അവിടുന്ന് സംശയമില്ല, ഒരു തർക്കവും ആ വിഷയത്തിലില്ല. അത് ഉസ്താദിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തഖ്വയാണ് എൻ്റെ പ്രിയമുള്ളവരെ സൂചിപ്പിക്കുന്നത്, നന്മയാണ് സൂചിപ്പിക്കുന്നത്. പിന്നെ നോക്കൂ നിങ്ങൾ, വഫാത്തിന്റെ സമയം തന്റെ കൂടെയുള്ള തന്റെ ഖാദിമായ ഉസ്മാൻ ഫൈസി എന്ന് പറയുന്ന ഉസ്താദ് തന്റെ ഖാദിമായി നിൽക്കുന്നവരോട് എത്രയോ കാലങ്ങളായി, ഏകദേശം 8 വർഷത്തോളമായി ബഹുമാനപ്പെട്ട ഉസ്താദ് ശൈഖുനാന്റെ കൂടെ ഇങ്ങനെ അവിടുന്ന് ഓരോ കാര്യങ്ങളുമായിട്ട് തന്റെ ജീവിതത്തിൽ ഖാദിമായിട്ട് സേവനമനുഷ്ഠിക്കുകയാണ്. അങ്ങനെ ജീവിതം അവിടുന്ന് മുന്നോട്ട് കൊണ്ടുപോയ ഒരു മനുഷ്യൻ, പടച്ചവനെ, വഫാത്തിന്റെ സമയത്ത് അവിടുന്ന് പറയാൻ എനിക്ക് വെള്ളം വേണം അല്ലെ, പഴം വേണം, അത് കൊടുത്തു. കൈകാലുകൾ ഇങ്ങനെ തളരാണ്. തന്റെ ഖാദിമിനത് മനസ്സിലായപ്പോൾ അത് കലിമങ്ങനെ ചൊല്ലി കൊടുക്കാണ്. ആ ചൊല്ലി കൊടുക്കുന്ന സമയത്ത് ഒരുപാട് തവണ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ആത്മാർത്ഥമായി ചൊല്ലാൻ എന്ന് ശൈഖുനാക്ക് കഴിഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? അവന്ന് ഒരുപാട് തവണ ഇങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയത്രേ. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി ആരിക്കാണ് മരിക്കാൻ കഴിയുന്നത്? അവൻ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചിട്ടുണ്ട്. അങ്ങനെ ആരിക്കാണ് ലോകത്തിൽ നിന്ന് വിട പറയാൻ കഴിയുക? ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി വിട പറയാൻ കഴിയുക? അവൻ സ്വർഗത്തിലാണെന്ന അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയത്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ദുആരിക്കുന്നത്, അല്ലാഹുമ്മ ജഅൽ ആഖിറ കലാമിനാ ഇൻദൽ മൗതി മഅൽ ഈമാനി ഖൗല ലാ ഇലാഹ ഇല്ലല്ലാഹ് തവഫനാ മുസ്ലിമീന വഅൽഹിഖനാ ബിസ്സാലിഹീൻ. അല്ലാഹുവോട് ഇങ്ങനെ ദുആരിക്കണം, പടച്ചവനെ അവസാന സമയം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കാക്കിക്കൊണ്ട് അല്ലാഹ്, ആ വാക്കില്ലെങ്കിൽ എൻ്റെ പ്രിയമുള്ളവരെ നമ്മൾ പരാജയപ്പെട്ടു. അവരൊക്കെ അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി ലോകത്തോട് വിട പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ദറജ നാളെ പരലോകത്ത് അവർക്ക് വേണ്ടി കാത്തിരിച്ചിരിക്കുകയാണ്. നമുക്കാർക്കെങ്കിലും ഉണ്ടോ അത്? നമ്മൾ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കേണ്ട പ്രിയമുള്ളവരെ. ഒരു ദിവസം എത്ര തെറ്റ് ചെയ്യുന്നു, എത്ര തെറ്റ് പറയുന്നു, എത്ര തെറ്റുകൾ കാണുന്നു, ചിന്തിക്കുന്നു. എന്നിട്ട് നമ്മൾ അല്ലാഹുവിനോട് ഒരു ഇസ്തിഗ്ഫാറെങ്കിലും പറയുന്നുണ്ടോ? അവരൊക്കെ ജീവിതം എത്ര ആലിമീങ്ങളെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ട് ലോകത്തിന് കഷ്ടപ്പെട്ടു, ദീനിന് വേണ്ടി കഷ്ടപ്പെട്ടു. 16-ാമത്തെ വയസ്സ് മുതൽ വഫാത്താകുന്നത് വരെ ദീനിന്റെ ഖാദിമായി ലോകത്ത് ശൈഖുന ഹാലിക്കുട്ടി ഉസ്താദ് നവ്വറല്ലാഹു മർക്കദ മഹാനവറുകൾ ഇവിടെ ജീവിച്ചു പോയി. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മരിക്കുന്ന സമയത്ത് പോലും മുഖത്ത് നിന്ന് അല്ലാഹുവേ പുഞ്ചിരി മാഞ്ഞിട്ടില്ല. 1 മണിയും 2 മണിയും കഴിഞ്ഞിട്ട് തിരൂർക്കാട് അൻവാർ എന്ന് പറയുന്ന പുണ്യമായ സ്ഥാപനത്തിൽ എൻ്റെ പ്രിയമുള്ളവരെ ജനസാഗരമായിരുന്നല്ലോ. തിരക്ക് കാരണത്താൽ ഞാനൊക്കെ ഇവിടുന്ന് എൻ്റെ പള്ളിയിൽ നിന്ന് എൻ്റെ മഹല്ലത്തുകാരെയും കൂട്ടി പോയപ്പോ തിരക്ക് കാരണത്താൽ നിയന്ത്രിക്കാൻ കഴിയാതെ വന്നപ്പോൾ അവിടെ ഗേറ്റ് പൂട്ടി വെച്ചു. അവരങ്ങ് പുറത്തിറങ്ങട്ടെ, ഉള്ള ആളുകൾ ആ ഗ്രൗണ്ടിൽ നിന്ന് മാറട്ടെ, എന്നിട്ട് അങ്ങോട്ട് കടത്തിവിടുള്ളൂ. കോരിച്ചെറിയുന്ന മഴയത്തും ജനങ്ങൾക്ക് അതൊരു പ്രശ്നമല്ലാത്ത രൂപത്തില് എൻ്റെ പ്രിയമുള്ളവരെ അവിടെ ജനങ്ങൾ ഇങ്ങനെ തടിച്ചു നിൽക്കുകയായിരുന്നു. ആർക്കൊരു പ്രശ്നമല്ല, ആർക്കൊരു പ്രശ്നമല്ല. എല്ലാവരും ജനങ്ങളും കോരിച്ചെറിയുന്ന മഴയുണ്ട്. ആ മഴയത്തും കാരണം ശൈഖുനാൻ അവസാനമായിട്ട് കണ്ടാൽ മതി, ഒന്ന് എത്ര തിരക്കിയാലും വേണ്ടില്ല, എങ്ങനെ നിന്നാലും വേണ്ടില്ല, എല്ലാവരും അവിടുന്ന് സഹകരിച്ചുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ ബഹുമാനപ്പെട്ട ശൈഖുനാൻ അവസാനം ഒന്ന് കാണാൻ വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾക്ക് നീ നല്ല മരണം നൽകണേ അല്ലാഹ്.
എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ പറഞ്ഞത് അല്ലാഹുവേ പഠിച്ചവനെ മഹാനായ ശൈഖുനാന്റെ ജീവിതമാണ്. അങ്ങനെ ദുനിയാവിലൂടെ റാഹത്തോട് കൂടെ അവർ ജീവിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മരണസമയം അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടിയിട്ട് അവർ സമയങ്ങൾ മാറ്റിവെച്ചപ്പോൾ എന്റെ പ്രിയമുള്ളവരെ മരണസമയം അല്ലാഹു സുബ്ഹാനഹു വ തആല ആഖിബത്ത് അല്ലാഹു നന്നാക്കി കൊടുത്തു. ഒരു മനുഷ്യനെ ദുനിയാവിൽ ജീവിക്കുമ്പോൾ ആ മനുഷ്യന്റെ മരണസമയം നന്നായി എന്ന് ജനങ്ങൾ മുഴുവൻ നോക്കി പറഞ്ഞാൽ ആ മനുഷ്യൻ സ്വർഗത്തിലാണ്. അതാണ് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബികളും ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ ഒരു ജനാസക്കരികിലൂടെയാണ് അവർ സഞ്ചരിക്കുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ നോക്കുമ്പോൾ കുറച്ചാളുകൾ ആ മനുഷ്യനെ കുറിച്ച്, മരിച്ചു കിടക്കുന്ന മനുഷ്യനെ കുറിച്ച് നന്മ ഇങ്ങനെ പറയുന്നുണ്ട്. ആ ജനങ്ങൾ എല്ലാവരും നന്മയാ പറയുന്നത്. റസൂലുള്ള പറഞ്ഞു, അതവനിക്ക് ലഭിക്കട്ടെ, അതവനിക്ക് ലഭിക്കട്ടെ. വീണ്ടും അവരിങ്ങനെ മുന്നോട്ട് കടന്നുപോയി. കുറച്ചിങ്ങനെ കഴിഞ്ഞപ്പോൾ വീണ്ടും അതാ ഒരു ജനാസ ഇങ്ങനെ കാണുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ അവിടുന്ന് ആ മനുഷ്യനെ കുറിച്ച് വീണ്ടും ജനങ്ങൾ അവിടുന്ന് പറയുന്നത് കേൾക്കുന്നത്. അവിടുന്ന് ചില മോശപ്പെട്ട കാര്യങ്ങളാണ്. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാ വജബത്ത്, അതവനിക്ക് ലഭിക്കട്ടെ, അവനിക്ക് നിർബന്ധമാകട്ടെ. നേരത്തെയും പറഞ്ഞത് തന്നെ, വജബത്ത്, അവനിക്ക് നിർബന്ധമാകട്ടെ. ഇങ്ങനെ രണ്ട് സമയത്തും നന്മ. ആദ്യം കണ്ട മയ്യത്ത് നന്മയെ കുറിച്ച് പറഞ്ഞു. ആദ്യം മയ്യത്തിന്റെ അടുത്തപ്പോ ജനങ്ങൾ നന്മ പറയുന്നു. അപ്പോഴും അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വജബത്ത്. മനസ്സിലായോ? വീണ്ടും അവിടുന്ന് രണ്ടാമതും കണ്ടപ്പോ തിന്മയാ പറയുന്ന ആ മനുഷ്യന് മോശത്തരാ പറയുന്നത്. ചില ആളുകൾ മരിച്ചു കഴിഞ്ഞാൽ ചില ആളുകൾ പറയും കഴിച്ചിലായി എന്ന് പറയും, അല്ലെ? അത്രയും ദുനിയാവിലെ ദുൽമ കാണിച്ച് അക്രമിയായി ജീവിച്ച മനുഷ്യനായിരിക്കും. ചില ആളുകൾ അരിക്കുട്ടി ഉസ്താദിന്റെ വഫാത്തിന്റെ സമയത്ത് നമുക്ക് ചില ആളുകൾ പിടഞ്ഞിട്ടില്ലേ? എത്ര നമ്മൾക്ക് ഹൃദയം പിടഞ്ഞു പോയിട്ടില്ലേ? നമ്മളൊക്കെ കണ്ണ് നിറഞ്ഞു പോയിട്ടില്ലേ ആ ഭരണ വാർത്ത കേട്ടപ്പോ? പെട്ടെന്ന് അങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ എടുക്കാണെന്നോ ചെറിയൊരു പനിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളൂ. ഒരു ക്ഷീണം, നമ്മൾ ചെറിയ ക്ഷീണമായിരുന്നു. നമ്മുടെ 100ാം വാർഷിക സമ്മേളനത്തിന് ഉസ്താദിന് പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല, അല്ലെ? ക്ഷീണം കാരണത്താൽ അതിനൊന്നും വേണ്ട രൂപത്തിൽ പിന്നെ ഇടപെടാൻ ഉസ്താദിനെ കൊണ്ട് സാധിച്ചിട്ടില്ല, ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ട് കാരണത്താൽ. അപ്പോ ഇവിടെ എന്റെ പ്രിയമുള്ളവരെ, അപ്പോ പെട്ടെന്നുള്ള വിയോഗങ്ങളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ ആകെ തളർന്നു പോകും, നമ്മൾ സങ്കടപ്പെട്ടു പോകും, നമ്മൾ ആകെ ഇടങ്ങാറായി പോകും, അല്ലേ? എന്നാൽ ഇവിടെ ഈ മനുഷ്യനെ കുറിച്ച്, ഉസ്താദിനെ കുറിച്ച് നമുക്കൊരിക്കലും നന്മയല്ലാത്തൊന്നും നമുക്ക് പറയാനില്ല. അങ്ങനെ നന്മ പറഞ്ഞപ്പോ റസൂലുള്ള പറഞ്ഞു വജബത്ത്. രണ്ടാമത്തെ മനുഷ്യനെ കണ്ടപ്പോ തിന്മ പറയുന്നു, അപ്പോഴും പറഞ്ഞു വജബത്ത്. ഇങ്ങനെ പറയുന്ന സമയത്താണ് എന്റെ പ്രിയമുള്ളവരെ അല്ലാഹുവേ പടച്ചവനെ അങ്ങനെ രണ്ടിനും ഒരേപോലെ മറുപടി പറഞ്ഞു. ആ സംഘം മുത്തുനബിയും സ്വഹാബത്തും അങ്ങനെ മുന്നോട്ടങ്ങനെ പോവുകയാണ്. ആ സമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ചോദിക്കുന്നുണ്ട്, അല്ലാഹുവിന്റെ ഹബീബേ, എന്തുകൊണ്ടാണ് നിങ്ങൾ ആദ്യത്തെ മനുഷ്യനെ കുറിച്ച് നന്മ പറഞ്ഞപ്പോൾ നിങ്ങൾ വജബത്ത് എന്ന് പറഞ്ഞു, നിർബന്ധമാകട്ടെ എന്ന് പറഞ്ഞു. രണ്ടാമത്തെ മനുഷ്യൻ അവിടുന്ന് തിന്മയാണ് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞപ്പോഴും നിങ്ങൾ പറഞ്ഞത്? എന്റെ പ്രിയമുള്ളവരെ, നിർബന്ധമാകട്ടെ, വജബത്ത് എന്നാണല്ലോ. എന്താണ് നിങ്ങൾ അങ്ങനെ പറയാനുള്ള കാര്യമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവിടെ നിന്ന് ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്ത കാര്യം എന്തെന്നറിയോ? ഞാൻ അങ്ങനെ പറയാനുള്ള കാര്യം എന്താണ്? ആദ്യം ഞാൻ പറഞ്ഞത് വജബത്ത്, അത് വജബത്ത് ലഹുൽ ജന്ന, ആ മനുഷ്യന് സ്വർഗമുണ്ടാകട്ടെ എന്നാണ്. ഒരു മനുഷ്യൻ മരിച്ചിട്ട് നന്മ ഓരോരുത്തർ പറയുന്നുണ്ടെങ്കിൽ ആ മനുഷ്യന് സ്വർഗമുണ്ടാകും, ആ മനുഷ്യന് സ്വർഗം അത് കിട്ടട്ടെ, എനിക്ക് നിർബന്ധമാണ്, അത് നിർബന്ധമായിട്ട് എനിക്ക് കൊടുക്കട്ടെ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. രണ്ടാമത്തത്, ഒരു മനുഷ്യൻ മരിച്ചിട്ട് അവിടുന്ന് തിന്മയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ വജബത്ത് എന്ന് പറഞ്ഞത് ആ മനുഷ്യന് വജബത്ത് ലഹുന്നാർ, ആ
അവനിക്ക് എൻ്റെ പ്രിയമുള്ളവരെ അവിടുന്ന് മോശത്തരങ്ങൾ ഉണ്ടാകട്ടെ, അവനിക്ക് നരകമുണ്ട്, ആ നരകം അവനിക്ക് കിട്ടട്ടെ, അത് അവനിക്ക് ഉണ്ടാവട്ടെ, അവനക്ക് നിർബന്ധമാവട്ടെ എന്നതാണ് ഞാൻ അവിടെ പറഞ്ഞത് എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ മരിച്ച നമ്മളെ കുറിച്ച് എൻ്റെ പ്രിയമുള്ളവരെ ജനങ്ങൾ നല്ലത് പറയണം. അതിന് വേണ്ടിയിട്ട് ദുനിയാവിൽ നമ്മൾ പണിയെടുക്കണം. ദുനിയാവിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഞാൻ നല്ല ആളാണെന്ന് മാത്രം നമ്മൾ പറഞ്ഞ് നമ്മൾ ജീവിക്കുകയാണ്. നമുക്ക് തോന്നാണ് നമ്മൾ നല്ല ആളാണ്, നമ്മുടെ പ്രവർത്തനം, നമ്മുടെ എല്ലാ കാര്യവും ഓക്കെയാണ്, ഞാൻ പറയുന്നതാണ് ശരി, ഞാൻ ചെയ്യുന്നത് തെറ്റില്ല, ചിന്തിക്കുന്നത് തെറ്റില്ല. നമ്മളെ തെറ്റും നമ്മളെ കുറ്റങ്ങളൊക്കെ നമ്മളെ കാണുന്ന ആളുകൾക്ക് തിരിച്ചറിയാൻ കൂടുതൽ. അതുകൊണ്ട് ചില ആളുകൾ പറയും അത് ചെയ്ത് ശരിയല്ല എന്ന് പറഞ്ഞാൽ അത് അംഗീകരിച്ച് ആ തെറ്റിനെ തിരുത്താനുള്ള ഒരു മൈൻഡ്, ഒരു മെന്റാലിറ്റി നമുക്ക് വേണം. അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ. ഈ ഇത് കാര്യം പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അൻതും ശുഹദാഉല്ലാഹി ഫിൽ അർള്, നിങ്ങൾ ഭൂമിയിലുള്ള സാക്ഷികളാണ്. അതിനാൽ പൊതുജനം നമ്മെ കുറിച്ച് എന്ത് പറയുന്നുവോ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഗണിക്കപ്പെടുന്നതാണ്. ചില ആളുകൾ നമ്മളെ കുറിച്ച് നന്മ പറയുന്നുണ്ടെങ്കിൽ ആ നന്മ നമ്മുടെ ജീവിതത്തിൽ ഉള്ളതുകൊണ്ടാണ്. ചില ആളുകൾ തിന്മ പറഞ്ഞു നടക്കുന്നുണ്ടെങ്കിൽ ആ തിന്മ നമ്മുടെ ജീവിതത്തിൽ ഉള്ളത് കൊണ്ടാണ്. ഈബത്തിന്റെ കുറ്റം അവർക്ക് കിട്ടും, അത് വേറെ, അതല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ അങ്ങനത്തെ ഒരു കാര്യമുണ്ടെങ്കിൽ അത് തിരുത്താനാണ് നമ്മൾ നോക്കേണ്ടത്. നമ്മളെന്താ ചെയ്യുക? അതിനെ ബാധിച്ച് നമ്മളതിനെ ന്യായീകരിച്ച് എല്ലാ കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ ഇല്ല, തെറ്റുകളില്ല എന്ന് വരുത്തി തീർത്ത് നമ്മൾ ഒന്നാം നമ്പറായി മാറാനാണ് നമ്മളൊക്കെ ശ്രമിക്കുക. അത് ഏറ്റവും വലിയ തെറ്റാണ്, ഏറ്റവും വലിയ തെറ്റ്. നമ്മളെ കുറിച്ചൊരു മോശത്തരം പറയുന്നുണ്ട്, അത് തിരുത്തി മുന്നോട്ട് ജീവിക്കാനാണ് ഞാൻ നിങ്ങളെ ശ്രമിക്കേണ്ടത്. അള്ളാഹു നമുക്കതിൻ്റെ തൗഫീക്ക് തരട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കതിൻ്റെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് നമ്മൾ മരിക്കുന്ന സമയത്തും എൻ്റെ പ്രിയമുള്ളവരെ നമ്മുടെ മഹല്ലത്തുകാരും നമ്മുടെ നാട്ടുകാരും നമ്മെ കുറിച്ചിട്ട് നല്ലത് പറയണം, നമ്മെ കുറിച്ചിട്ട് നല്ലത് പറഞ്ഞു തുടങ്ങണം. ആ ഒരു കാര്യത്തിന് വേണ്ടി നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും നമ്മുടെ ചിന്തയും നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ അതിന് വേണ്ടി പാകപ്പെടുത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതാണ് പറഞ്ഞത്, നമ്മുടെ മരണം നന്നാകണം. മരണം നന്നാകണമെങ്കിൽ മരണം നന്നാകാനുള്ള പ്രവർത്തനങ്ങൾ, നമ്മുടെ ചിന്തകളൊക്കെ നമ്മൾ നന്നാക്കിയെടുക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. മനസ്സിലായെങ്കിൽ നമ്മുടെ ശരീരം കൊണ്ടും നമ്മുടെ മനസ്സുകൊണ്ടും ഒക്കെ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ മൈൻഡൊക്കെ നമ്മൾ പാകപ്പെടുത്തിയെടുക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് നമ്മൾ പറയുന്നത് കണ്ടോ, ബഹുമാനപ്പെട്ട ശൈഖുനാ ആലിക്കുട്ടി ഉസ്താദിന്റെ ജീവിതം അങ്ങനെയായിരുന്നു. ആ ഒരു തഖ്വയോട് കൂടെ ആരെയും വേദനിപ്പിക്കാതെ ആരെയും അടങ്ങാറാക്കാതെ, അതുകൊണ്ട് എന്ത് പോയി സംസാരിച്ചാലും നല്ലൊരു സൗമ്യതയോടുകൂടിയുള്ള സംസാരം. മനസ്സിലായോ? അങ്ങനെ ഒരു ജീവിതം നയിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മരണസമയം നന്നാക്കി. ദുനിയാവിൽ നല്ല റാഹത്തോടു കൂടെ അള്ളാഹുവിനെ മനസ്സിലാക്കിയിട്ട് എല്ലാം അറിഞ്ഞുകൊണ്ട് റബ്ബിന്റെ പൊരുത്തത്തിനായി ജീവിക്കാൻ ശ്രമിച്ചാൽ അല്ലാഹു തആല മരണസമയം നന്നാക്കി തരും, ആക്കിബത്ത് നന്നാക്കി തരും. ദുനിയാവിൽ നമ്മൾ മറ്റുള്ളവരെ ഈബത്ത് പറഞ്ഞും നമീമത്ത് പറഞ്ഞും ഹറാമ് ചെയ്തും കള്ളു കുടിച്ചും വ്യഭിചരിച്ചും ഈ ചിന്തയോടുകൂടെ നമ്മുടെ ഒഴിവ് സമയങ്ങളും നമ്മുടെ ആരോഗ്യമൊക്കെ നമ്മൾ നഷ്ടപ്പെടുത്തി ജീവിച്ചാലോ അല്ലാഹു തആല അതിനനുസരിച്ചുള്ള ശിക്ഷയും നമുക്ക് നൽകും. നമ്മുടെ ജീവിതം അങ്ങനെയായിട്ട് മാറും ചെയ്യും. അല്ലാഹു നമുക്കൊക്കെ ബോധം നൽകട്ടെ. അല്ലാഹു നമ്മുടെ ക്ലാസ്സുകളൊക്കെ അല്ലാഹു സ്വീകരിക്കട്ടെ. ഇൽമു അല്ലാഹു നാഫിയാക്കി തരട്ടെ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളെ ഇൽമു നാഫിയായ ഇൽമുകളിൽ പെടുത്തി തരണേ റഹ്മാനേ. അല്ലാഹുവേ പഠിച്ചവനെ, നീ ഞങ്ങളുടെ ആക്കിബത്ത് നന്നാക്കി തരണേ അല്ലാഹ്. നന്മയുള്ളവരിൽ അല്ലാഹുവേ നീ ഞങ്ങളെ എല്ലാവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആ ആരംഭിക്കാൻ പോവാണ്. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഇൻഷാ അല്ലാഹ് ആമീൻ പറയാം. ഒരു 3 സ്വലാത്ത് എല്ലാവരും ചൊല്ലി. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസല്ലി അലാ ജമീഇൽ അൻബിയാൽ മുർസലീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹ് ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ ദിവസവും ക്ലാസ് ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് 2 മണിക്ക് ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസവും ക്ലാസ് ഉണ്ടാകും. അത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇൻഷാ അല്ലാഹ് അറിയിക്കും. എല്ലാ ആളുകളും പിന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഇൻഷാ അല്ലാഹ് എല്ലാ സമയത്തും ക്ലാസ് ഉണ്ട്. 2 മണിക്കാണ് നമ്മുടെ ക്ലാസ് തുടങ്ങാറുള്ളത്.
പിന്നെ കഴിയുന്നവരൊക്കെ ഇൻഷാ അല്ലാഹ് ഗ്രൂപ്പിൽ കയറാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുക. മറ്റുള്ളവരിലേക്ക് ഇൽമ എത്തിക്കാനും ക്ലാസിന്റെ കാര്യങ്ങളൊക്കെ എത്തിക്കാനൊക്കെ വേണ്ടിയിട്ട് ഇൻഷാ അല്ലാഹ് ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല റഹമായ പ്രതിഫലം അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹ് നമ്മുടെ ഈ പുണ്യമാന ക്ലാസ്സിലേക്ക് വന്നിരുന്നിട്ട് ഇൽമ കേൾക്കാൻ വേണ്ടി മനസ്സ് കാണിക്കുന്ന എല്ലാവർക്കും ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു ഉന്നതമായ വിജയം അല്ലാഹു കൊടുക്കട്ടെ. ഇൽമിന്റെ പ്രതിഫലം അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാകണം. എന്നിട്ട് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടിയൊക്കെ നമ്മളൊന്ന് ശ്രമിക്കണം. നമ്മൾ ഭക്ഷണം കിട്ടുമെന്ന സമയത്ത് നമ്മൾ അതിന്റെ മുമ്പിൽ ഇരുന്ന് അതിനോടുള്ള നന്ദി, അതിനോടുള്ള ശുക്രാൻ നമ്മൾ ആദ്യം പറഞ്ഞത്. ജീവിതത്തിന്റെ നന്മകളാണ് പിന്നെ നമ്മൾ പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് നമ്മൾ മാത്രം നന്നായാൽ പോരാ, നമ്മുടെ കൂടെ നമ്മുടെ കുട്ടികളെ, നമ്മുടെ മക്കളെയും കൂടെ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഓരോ നന്മകൾ ചെയ്യിപ്പിക്കാനും അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രാപ്തരാക്കുകയും ചെയ്യണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.